വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ്. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ടിപ്പ്, അതായത് നമ്മുടെ അമ്മയാകാനായിട്ടുള്ളൊരു സാധ്യത ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ടിപ്പ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മെന്റലിയും അതുപോലെ ഫിസിക്കലിയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടിപ്പായിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവരായിരിക്കും. അതായത് ഇപ്പോൾ ഡോക്ടർ പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഡോക്ടർ പറയുന്ന മെഡിസിൻസ് ആണെങ്കിലും ഓരോരോ യൂട്യൂബ് ചാനലിൽ പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് ആണെങ്കിലും നിങ്ങൾ പലരും തന്നെ പല ടിപ്സും ഫോളോ ചെയ്യുന്നുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ലിട്രസോളിന്റെ മെഡിസിൻ എടുക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ കോൺസീവലിന്റെ മെഡിസിൻ എടുക്കുന്നവരുണ്ടാകും, PCODക്ക് മെറ്റ്ഫോമിന്റെ മെഡിസിൻ എടുക്കുന്നവരുണ്ടാകും, HCG ഇഞ്ചക്ഷൻ വെക്കുന്നവരുണ്ടാകും. അതുപോലെ തന്നെ ഓവുലേഷൻ നാച്ചുറലി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോസ് വാട്ടർ കുടിക്കുന്നവരുണ്ടാകും, ഉലുവ വെള്ളം കുടിക്കുന്നവരുണ്ടാകും, കരിഞ്ജീരകത്തിന്റെ വെള്ളം കുടിക്കുന്നവരുണ്ടാകും. ഇത്രയും ടിപ്സ് മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നന്റ് ആകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും പ്രഗ്നന്റ് ആകുന്നവരുണ്ട്. പക്ഷേ പ്രഗ്നന്റ് ആകാൻ ഈ ടിപ്സ് മാത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ. ഈ ടിപ്സ് മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ പോരാ. നേരെ മറിച്ച് മറ്റൊരു കാര്യം കൂടി നമ്മൾ ചെയ്യണം. നമ്മളുടെ ശരീരത്തിനെ അതിനനുസരിച്ചിട്ട് ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണം. നമ്മൾ ശരീരത്തിന് കൊടുക്കേണ്ട വിറ്റമിൻസും മിനറൽസും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ഹോർമോൺസ് എല്ലാം കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴേക്കും ഇത്രയും ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ ശരീരത്തിലോട്ട് എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യണം. സ്വതവേ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് പണ്ടത്തെ തലമുറയെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി നമ്മൾ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ദേഹം അനങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറില്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നതിനേക്കാളും ഉപരി നമുക്ക് ടെക്നോളജി അത്രയധികം അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ശരീരം അനങ്ങി ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ഇപ്പൊ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഗ്രാമ്പൂ വെള്ളം കുടിച്ചിട്ട് ഒരുപാട് നമുക്ക് പ്രഗ്നൻസി സക്സസ് ആയി എന്നിരിക്കട്ടെ, പക്ഷെ ഗ്രാമ്പൂ വെള്ളം കുടിച്ച് പ്രഗ്നൻസി സക്സസ് ആകുന്ന ഒരാൾ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒട്ടും തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മുടെ ശരീരത്തെ വെക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് നമ്മുടെ പ്രഗ്നൻസി തുടർന്ന് പോകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. അതുകൊണ്ട് അതിനെ ഒന്ന് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തെയും കൂടി ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കണം. ശരീരത്തിലെ ഓരോ ഓർഗൻസിനെയും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം, ശരീരത്തിനെ ഒന്ന് ആക്റ്റീവ് ആക്കി കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു യോഗ പോസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അത് എന്ന് പറയുന്നത് സുപ്ത ബദ കോണാസന. സുപ്ത ബദ കോണാസന എന്ന് പറയുന്നത് റിക്ലൈൻഡ് ബൗണ്ട് ആംഗിൾ പോസ്. ഇത്രയും ഇൻട്രൊഡക്ഷൻ തുടക്കത്തിലേ പറഞ്ഞത് എന്തിനാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ഒരു എക്സസൈസ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഒട്ടുമിക്ക ആളുകളും ഈ ഒരു വീഡിയോസ് ഫോളോ ചെയ്യുകയുള്ളൂ. എന്തിനാണെന്ന് അറിയാതെ നമ്മൾ വീഡിയോ കേട്ടു അങ്ങനെ പോയി, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഏതെല്ലാം ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ ആ ടിപ്സ് എല്ലാം നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള അളവിൽ കിട്ടുന്ന തരത്തിലുള്ളതായിരിക്കണം. അതുകൊണ്ടാണ് ആ ഒരു ഇൻട്രൊഡക്ഷൻ അത്രയും പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ റിക്ലൈൻഡ് ബൗണ്ട് ആംഗിൾ പോസിൽ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഈസി ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കട്ടിലോ അല്ലെങ്കിൽ നിലത്തോ നമ്മൾ മലർന്ന് കിടക്കുക. മലർന്ന് കിടന്നതിന് ശേഷം ഞാൻ ഇവിടെ ഇമേജ് കൊടുത്തേക്കാം കേട്ടോ. മലർന്ന് കിടന്നതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണോ ബട്ടർഫ്ലൈ പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കാലിലെ രണ്ട് പാദങ്ങളും തമ്മിൽ ചേർത്ത് വെക്കുന്നത് അതേ ഒരു പോസിൽ തന്നെ നിങ്ങൾ അത് ചേർത്ത് വെക്കുക. അതിനുശേഷം ജസ്റ്റ് ഡീപ്പ് നിങ്ങൾ ബ്രീത്ത് എടുക്കുക. നല്ലതുപോലെ അങ്ങോട്ട് ശ്വാസം വലിച്ച് അങ്ങോട്ട് ഉള്ളിലോട്ട് എടുക്കുക. സ്ലോലി നിങ്ങൾ ആ ശ്വാസം വലിച്ച് ഉള്ളിലോട്ട് എടുത്ത് കുറച്ചു നേരം നിങ്ങൾ ആ ഒരു ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ അങ്ങോട്ട് എക്സ്ഹേൽ ചെയ്ത് അങ്ങോട്ട് വിടുക. സ്ലോലി ഇൻഹേൽ ചെയ്യുക ആൻഡ് സ്ലോലി നിങ്ങൾ എക്സ്ഹേൽ ചെയ്യുക. നിങ്ങളെ കൊണ്ട് എത്രത്തോളം ഇത് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്ക് ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുമോ അത്രത്തോളം നിങ്ങൾ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കുക കേട്ടോ. സ്ലോലി ഇൻഹേൽ ആൻഡ് സ്ലോലി എക്സ്ഹേൽ. ഒരു 8 to 10 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വളരെയധികം നല്ലൊരു കാര്യമാണ്. അതിനേക്കാളും കൂടുതൽ നിങ്ങൾ കംഫർട്ടബിൾ ആണ് ഈ ഒരു പൊസിഷനിലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം നേരം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നേരം നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ വെറുതെ ഒരു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു ബെഡിലോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിലോ കിടന്നതിന് ശേഷം നിങ്ങളിപ്പോൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. എന്നാൽ കുറേയും കൂടി നമുക്കൊരു റിഫ്രഷ്മെന്റ് എഫക്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് റിലാക്സിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മ്യൂസിക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് ഡപ്പാങ്കുത്ത് പാട്ടൊന്നുമല്ല കേട്ടോ, റിലാക്സിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഭക്തിഗാനങ്ങളാണെങ്കിലും ഒരുപാട് പേർക്ക് അത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ സൈഡിൽ പ്ലേ ചെയ്ത് വെച്ചിട്ട് നമ്മളും ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും ആ ഒരു ഫുൾ പീസും ആ ഒരു ലെവലിൽ നിങ്ങൾ അങ്ങോട്ട് നിൽക്കുക. ദെൻ സ്ലോലി നമ്മൾ ഇൻഹേൽ ചെയ്യുക ആൻഡ് സ്ലോലി നമ്മൾ എക്സ്ഹേൽ ചെയ്യുക. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോഴേക്കും ഒരുപാട് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്.
ആ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. നമ്മൾ ആ ഒരു പോസ് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കാലിന്റെ 2 പാദങ്ങളും തമ്മിൽ നമ്മൾ ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചേർത്ത് വെക്കുന്ന ഒരു സമയത്ത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിലൊക്കെ ഒന്ന് സ്ട്രെച്ച് ആകുന്നതിന് ഇത് സഹായിക്കുന്നു. പെൽവിക് ഫ്ലോർ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആയി ഒന്ന് റിലാക്സ് ആവുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഭാഗങ്ങളിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. പെൽവിക് ഫ്ലോർ മസിലിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടി കഴിയുമ്പോഴേക്കും ആ ഒരു സർക്കുലേഷൻ നമുക്ക് എഫക്റ്റ് കിട്ടുന്നത് എപ്പോഴും നമ്മുടെ ആ ഒരു യൂട്രസിന്റെ ഭാഗത്തോട്ടൊക്കെ ആയിരിക്കും, നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടൊക്കെ ആയിരിക്കും. കാരണം പെൽവിക്കിന് തൊട്ട് മുകളിലായിട്ടാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ്, ആ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓവറീസിലോട്ട്, നിങ്ങളുടെ ഫലോപ്പിയൻ ട്യൂബിലോട്ട്, അതുപോലെ നിങ്ങളുടെ യൂട്രസിലോട്ടൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് വരുന്നതിന് ഇത് സഹായിക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴേക്കും ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് കൂടി നിങ്ങൾ അറിയണ്ടേ. ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ശരീരത്തിലോട്ട് കിട്ടുന്ന അത്രയും തന്നെ ന്യൂട്രിയൻസ് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലോട്ടും അങ്ങോട്ട് എത്തുകയുള്ളൂ. ഇങ്ങോട്ടേക്ക് കൃത്യമായിട്ട് എത്തിയാൽ മാത്രമല്ല അവർക്ക് കൃത്യമായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അവരുടെ ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് പെർഫോം ചെയ്ത് ക്വാളിറ്റിയുള്ള ഒരു അണ്ടം എത്തി, അത് മൂപ്പെത്തി നല്ലതുപോലെ പൊട്ടി ഫലോപ്പിയൻ ട്യൂബിൽ ബ്ലോക്കേജും അല്ലെങ്കിൽ സ്കാറും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഫലോപ്പിയൻ ട്യൂബും നല്ലതുപോലെ വർക്ക് ചെയ്തിട്ട്, അതുപോലെ തന്നെ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് തിക്കണായി ആ ഒരു വേണ്ട ഒരു വാല്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്കവിടെ പ്രഗ്നൻസി സക്സസ്ഫുൾ ആവുകയുള്ളൂ. ഇത് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലോട്ട് ഈ മെഡിസിൻസ് മാത്രം എത്തിയതുകൊണ്ട് കാര്യമില്ല. ഈ മെഡിസിൻസിനോടൊപ്പം എത്തേണ്ടത് നമ്മളുടെ ശരീരം കൂടിയായിരിക്കണം. നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ അവിടെ ഇല്ല എങ്കിൽ നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തുന്ന ഓരോ ന്യൂട്രിയൻസ് അത് ആ ശരീരത്തിലോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു നിലയിലല്ലാതെ കൂടുതലായിട്ട് അതിന് ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും അതുപോലെ നമ്മുടെ സ്ട്രെസ് ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് സൈഡിലൊരു റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു സോങ് നമ്മൾ പ്ലേ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് നിൽക്കുമ്പോഴേക്കും ആ ഒരു നല്ലൊരു സ്ട്രെസ് ഇല്ലാത്ത ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലോട്ട് നമ്മൾ പോകുന്നു. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലും മാനസിക സംഘർഷങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെ ഒരു പരിധി വരെ റിലാക്സ് ചെയ്ത് വെക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ആ ഒരു മൂഡിൽ ജസ്റ്റ് ഒന്ന് ഇരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കുക. ആ ഒരു മൂഡിൽ നമ്മൾ ഇരിക്കുമ്പോഴേക്കും നമ്മളും ആ ഒരു സിറ്റുവേഷനും അല്ലെങ്കിൽ നമ്മളും ആ ഒരു നേച്ചറും മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു മൂഡിലോട്ട് നമ്മൾ പോകും. നമ്മുടെ സ്ട്രെസ് ഫുൾ ആയിട്ട് അങ്ങോട്ട് റിഡ്യൂസ് ആകും. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ഓവർ ആയിട്ടുള്ള ആൻസൈറ്റിയും ഓവർ ആയിട്ടുള്ള സ്ട്രെസ്സും മൂലം നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകുന്ന ബാക്കിയുള്ള ഹോർമോൺസിനെയൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ശരീരത്തിന് വേണ്ടുന്ന ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ മാത്രം കൃത്യമായിട്ടുള്ള രീതിക്ക് നടക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓവറീസിനെയും നമ്മുടെ യൂട്രസിനെയും ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. നമ്മളുടെ ശരീരത്തിലെ സ്ട്രെസ് കൃത്യമായിട്ട് കൺട്രോൾഡ് ആണെങ്കിൽ, നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ് ഇല്ല, നമുക്ക് കൂടുതലായിട്ട് ആൻസൈറ്റീസ് ഇല്ല എങ്കിൽ അവിടെ നമ്മുടെ നാച്ചുറൽ ഹോർമോൺസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുകയും അതുമൂലം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യുന്നു. ഇനി ഏതൊക്കെ സമയങ്ങളിലാണ് ഈ ഒരു എക്സസൈസ് ചെയ്യാത്തത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് ഉള്ള സമയത്ത് ഈ ഒരു എക്സസൈസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്ക് പെയിൻ, സിവിയർ ആയിട്ടുള്ള ഒരു ബാക്ക് പെയിൻ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, ആ ഒരു നേച്ചർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്തും ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതിനോട് നിങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്തും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഒരു മാസം ചെയ്തിട്ട് ഞാൻ പ്രഗ്നന്റ് ആയിട്ടില്ല, ഇനി അടുത്ത എക്സസൈസിലോട്ട് പോകാം, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ ഈ പറഞ്ഞ ഓരോ എക്സസൈസും നിങ്ങൾക്ക് ഓരോ സമയത്തും ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള എക്സസൈസുകളാണ്. ഓരോ ടിപ്പ് അല്ലെങ്കിൽ ഓരോ വാട്ടർ നമ്മൾ കുടിക്കാനായിട്ട് പറയുമ്പോഴേക്കും ഒരു സമയത്ത് ഒരെണ്ണം അങ്ങനെ നമുക്ക് അടുപ്പിച്ച് ഒന്ന് തന്നെ ഒരുപാട് ഐറ്റംസ് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോ സമയത്ത് മാറി മാറി നിങ്ങൾക്ക് ഈ എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം തന്നെ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യിക്കും. നിങ്ങൾ വേറെ മെഡിസിൻസ് ഒക്കെ എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ചാനലിൽ ഷെയർ ചെയ്യുന്ന ടിപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള എക്സസൈസുകളൂടെ നിങ്ങൾ ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ
അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.